നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഉണക്ക ചെമ്മീൻ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നത് അല്ലാത്തതുമായ ഒരു 2-3 മെത്തേഡിൽ നമ്മളിത് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കഴുകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇതിൻ്റെ ആ മുള്ള് പോലത്തെ ആ കൊമ്പൊന്നും കുത്താണ്ട് നല്ല വൃത്തിയിൽ എങ്ങനെ കഴുകിയെടുക്കാമെന്നും പിന്നെ അത് വെച്ചിട്ട് ഒരു 3-4 ടൈപ്പ് ചമ്മന്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തി നമ്മൾ നോക്കുന്നുണ്ട്. മാത്രമല്ല ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇതിൻ്റെ പൊടി പോലും കളയാതെ നമുക്കിത് എടുക്കാൻ പറ്റും. അതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഉണക്ക ചെമ്മീൻ്റെ ഈ അറ്റത്തെ ഭാഗം മാത്രം കണ്ണും ഈ കുത്തണ ഒരു പാട്ടുണ്ടല്ലോ കൊമ്പ് പോലെ ഇരിക്കുന്നത് അതും മാത്രം ഒന്ന് കിള്ളിയെടുത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാല് കളയാം. വാല് കളയണമെന്നില്ല. ഞാൻ ഇടയ്ക്ക് വാലൊന്നും കളയാറൊന്നുമില്ല. ഈ പാട്ട് മാത്രം കിള്ളി കളഞ്ഞിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വറുത്തിട്ട് പൊടിച്ച് ചമ്മന്തിയാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വേസ്റ്റൊന്നും പോകുന്നില്ല. ഇത് അത്രയും വേസ്റ്റ് മാത്രമേ നമുക്ക് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സാധാരണ ചെയ്യാറുള്ളതാണ്. ഇതിൻ്റെ തലയും വാലും അങ്ങോട്ട് കിള്ളിക്കളയണം. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തും കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കിള്ളിക്കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ചെമ്മീൻ വറുക്കാനായിട്ടൊക്കെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാറ്. നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും പുരട്ടി 10-15 മിനിറ്റ് നേരം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഒന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വറുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണക്കച്ചെമ്മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അതിനു മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ മൊരിഞ്ഞു വരുമ്പം നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഇളക്കുമ്പോൾ ഉള്ള ആ സൗണ്ട് കിലുകില എന്നുള്ളൊരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഏതാണ്ട് മൊരിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി അടുത്ത മെത്തേഡ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അല്പം വലിയ ചരുവത്തിൽ 1/4 കിലോളം ഞാൻ ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു അരിപ്പ വെച്ചിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ ഇതിൻ്റെ മണ്ണും വേസ്റ്റൊക്കെ അഴുക്കൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് പോവും. അപ്പോൾ ഇതുപോലെ കഴുകാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ആ കൊമ്പൊന്നും നമ്മുടെ കയ്യിൽ കുത്തിക്കൊള്ളൊന്നുമില്ല. അല്ലെങ്കിൽ കൈവച്ച കഴുകണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ അതൊക്കെ കുത്തുമ്പോൾ വേദന എടുക്കും. അപ്പോൾ അധികം വൃത്തിയാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ അങ്ങോട്ട് ഇളക്കി മറിച്ചൊന്നും കൈ കൊണ്ട് കഴുകാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ടാകുമ്പം നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആ ഒരു ഭയങ്കര തൃപ്തിയായിരിക്കും നമുക്കത് കഴിക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ ഒട്ടും വേസ്റ്റ് പോകില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത്. കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകുക. ഇങ്ങനെ കോരി മാറ്റിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും കഴുകുക. ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഞാൻ ഈ വേസ്റ്റ് കാണിക്കാൻ മറന്നുപോയി. മണ്ണൊക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു വരും. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നല്ല ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇതങ്ങോട്ട് കോരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ടാവുമല്ലോ. ഇതിൻ്റെ വെള്ളം ഊറിയത് കുറച്ച് ഊറി വരും. അപ്പോൾ അത് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചെമ്മീനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കണം. എന്നിട്ട് കുറച്ചധികം നേരം ഇത് വളരെ സിമ്മിൽ വേണം വറുത്തെടുക്കാനായിട്ട്. കുറച്ചധികം ടൈം വേണ്ടി വരും കേട്ടോ. ഇതിന് ഏതാണ്ട് 3/4 മണിക്കൂറിലൊക്കെ കൂടുതൽ വേണ്ടി വന്നു എനിക്കിതിങ്ങനെ വറുത്തെടുക്കാനായിട്ട്. കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. 1/4 കിലോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്തിട്ട് കുറച്ച് നമുക്കെടുത്ത് പൊടിച്ചൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ കുറച്ചും കൂടെ എളുപ്പത്തിൽ വറുത്ത് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പാകമാവാണ്ട് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്നും ഒരെണ്ണമെടുത്തൊന്ന് ഒടിച്ച് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ പൊട്ടി വരുവാണെങ്കിൽ അത് ആയിട്ടുണ്ടെന്നാണ്. ചതഞ്ഞ് വരുവാണെങ്കിൽ അത് ആയിട്ടില്ല എന്നാണ്. ഇതുപോലെ പെട്ടെന്ന് ഒടിഞ്ഞിങ്ങനെ വരുമെങ്കിൽ അത് പാകം ആയിട്ടുണ്ടെന്നാണ്. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ചതക്കാറുള്ള ഉരലിൻ്റെ ഒപ്പമുള്ള ചെറിയ ഉരലുണ്ടല്ലോ, അതിൻ്റെ ഒപ്പമുള്ള ഈ ഒരു ഇടിയം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട്
ഒന്ന് കുത്തി കൊടുക്കുക, ഒന്ന് ചതച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ആ തലയുടെ ഭാഗവും മറ്റുമൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. അല്ലാതെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ അതിൻ്റെ തലയും വാലും കഴിഞ്ഞിട്ടുള്ള ആ ഫ്ലഷ് അത് മാത്രമായിട്ട് വരും. പിന്നെ ബാക്കി ഭാഗമൊക്കെ അതിൻ്റെ പൊടിഞ്ഞ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ ഇടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ഇതുപോലെ കാണിച്ചാലും മതി. നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ മൊരിഞ്ഞിരിക്കണം, കാരണം പെട്ടെന്ന് മറ്റേ ഭാഗമൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു വന്നോളും. എന്നിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഒരു പ്രയാസമില്ല ഇതുപോലെ ചെയ്യാനായിട്ട്. പതിയൊക്കെ ചെമ്മീൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ചെമ്മീനൊക്കെ പെട്ടെന്ന് ചിലവാകുന്നൊരു സാധനമാണ്. ഞാൻ കുറച്ചധികം ഇതുപോലെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ചെമ്മീൻ ചൂടോടുകൂടി തന്നെ ചെയ്യണമെന്നില്ല. ചീനച്ചട്ടിയിലിരുന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ തിരിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ കയ്യിലുകൊണ്ടോ ഇങ്ങനെ അങ്ങോട്ട് തെന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ അടിയിലേക്ക് പോയിക്കോളും, ഫ്ലഷ് മാത്രം മുകളിലേക്ക് കിട്ടിക്കോളും. ഇനി അവസാനം നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് ഇങ്ങനെ അരിച്ചെടുത്താലും മതിയാകും. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പൊടി ഉണ്ടല്ലോ അതൊരിക്കലും കളയരുത്. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തത്, അത് കാരണം നിങ്ങൾക്ക് അതെടുക്കാൻ ഒരു മടിയും വേണ്ട. ഇത് നല്ലൊരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. ചിലർ ഇതിൻ്റെ തലയൊക്കെ കളയണ കാണാം, അതുപോലെ ഒരിക്കലും കളയേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ചമ്മന്തി നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് 2 പാത്രങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലഷ് വെച്ച് മാത്രം ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചമ്മന്തി ആയിരിക്കും. ഇനി ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെന്ന് ഓർത്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ ചെമ്മീൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് അധികം ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 5 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് വല്ലാണ്ട് പൊടിയരുത്, കുറച്ചൊക്കെ ഇങ്ങനെ കുറച്ച് പൊടിയാതെ കഷ്ണമായിട്ട് കിടക്കണം, അതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കടിക്കാനുണ്ടെങ്കിലായിരിക്കും മിക്കവർക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോവാണ്ട് ഇതുപോലെ എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ആ പൊടിഞ്ഞു പോയ ചെമ്മീൻ്റെ തലയും വാലൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 1/4 കപ്പിലും കുറച്ചും കൂടെ കൂടുതൽ ആ ചെമ്മീനും, പിന്നെ 2-3 ഉള്ളിയും, പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് അതും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് പാകത്തിന് ഉപ്പും ഇട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരക്കണമായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ എടുക്കണതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്താലും മതിയാകും. ചെമ്മീൻ്റെ തലയും വാലൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ കാരണം നന്നായിട്ട് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇത് നല്ല ഒന്നാം തരം ചമ്മന്തിയാണ്. അത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ സാധാരണ വീടുകളിൽ ഉണ്ടാക്കാറുള്ള സിമ്പിൾ ചമ്മന്തികളാണ് ഇതെല്ലാം. ബിഗിനേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അടുത്ത ചമ്മന്തിക്കായി കുറച്ചധികം ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഉണക്ക ചെമ്മീൻ എങ്ങനെ കാണിച്ചെടുത്താലും ടേസ്റ്റാണ്. ഇനി നമുക്ക് ഉള്ളി മുളകും മൊരിച്ചെടുക്കൂലേ ചെമ്മീനിട്ടിട്ട്, അതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിനകത്തേക്ക് ഉള്ളി ഇട്ടൊന്ന് വാട്ടി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൊരിയുന്നതിന് മുമ്പ് നമുക്ക് ഈ ചെമ്മീൻ നമ്മൾ ഫ്ലഷാക്കി എടുത്ത് വെച്ച ചെമ്മീൻ, അത് ഒരുവിധം പിന്നെ വറുത്ത ചെമ്മീനാണ്. അപ്പോൾ അധികം നേരം ഇട്ട് ചീനച്ചട്ടിയിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരത്തെ ഇടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളി ഒരുവിധം വാടിയതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ചെമ്മീനിലും ഉപ്പ് ശരിക്കും പിടിച്ചോളും. എന്നിട്ട് ഒന്ന് മൊരിച്ചതിന് ശേഷം നമുക്ക് ഇടിമുളക് ഇട്ട് കൊടുക്കാം. ചതച്ച മുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇത് പഴുത്തു പോയ മുളക് ഞാൻ തന്നെ ഉണക്കിയെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഴുത്തു പോയ മുളക് ഉണക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഒപ്പം ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇടിമുളക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാനാണ്. അപ്പം എനിക്ക് കുറച്ച് എരിവ് അധികം വേണ്ട ആളാണ്. അപ്പം ഞാൻ ഇടിമുളക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി 1 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചമ്മന്തികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
പിന്നെ ഇത് ക്ലീൻ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്